ഇന്ന് കിളിമീനാണ്. അത് ഫ്രൈ ചെയ്ത് നോക്കാം. വ്യത്യസ്തമായ രീതിയിൽ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാം. ഇതെല്ലാം ഒന്ന് വെട്ടി വൃത്തിയാക്കി കൊണ്ടുവരാം ഞാൻ ആദ്യം. ഇനി ഇതിന് അരപ്പ് റെഡിയാക്കാം. അതിന് ഞാൻ 4 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 വെളുത്തുള്ളി, 5-6 കാന്താരി മുളകും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരച്ച് പേസ്റ്റാക്കി കൊണ്ടുവരാം. ഇതിന്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇച്ചിരി കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇത് മീനെല്ലാം വെട്ടി വൃത്തിയാക്കി കൊണ്ടുവന്നതാണ്. ഇതിലേക്ക് നമുക്ക് ഈ അരപ്പ് തേച്ച് പിടിപ്പിക്കാം. പിന്നെ വിടവിലേക്കൊക്കെ ആ വരഞ്ഞ ഭാഗത്തേക്കൊക്കെ ഇത് അരപ്പൊന്ന് കയറത്തക്ക രീതിയിൽ തേച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഇതെല്ലാം പുരട്ടിയിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. എന്നിട്ട് നമുക്കിത് അടപ്പേ വയ്ക്കാം. ഇത് ഞാനൊരു വാഴയിലയിലാണ് പൊതിഞ്ഞ് വെക്കുന്നത്. കാരണം വാഴയിലയിൽ വെക്കുമ്പോൾ നമുക്ക് അധികം എണ്ണ ചേർക്കണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ അടിയിൽ ഒരു വാഴയില ഇട്ടു. അതിന്റെ പുറത്ത് ഇത് പൊതിഞ്ഞത് വെച്ചേക്കുന്നത്. അതിനൊരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കുമല്ലോ നമ്മൾ വാഴയിലയിൽ പൊതിഞ്ഞ് വറുത്തെടുക്കുമ്പോൾ. അതുകൊണ്ട് ഇത് ഒരു വശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി അടിയിൽ ഒരു വാഴയില ഇട്ടിട്ട് നമുക്ക് അതിന്റെ പുറത്തോട്ട് ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ ഇത് ഒരുവിധം വേവായിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി കുറച്ച് വെളിച്ചെണ്ണ അതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് നേരത്തേക്ക് ഇതൊന്നുകൂടി ഒന്ന് വേകട്ടെ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതെല്ലാം ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലേശം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിക്കുന്ന ഉടനെ നമ്മൾ മല്ലിയില, പുതിനയില, ഇതെല്ലാം കറിവേപ്പില എല്ലാം കൂടെ അരച്ച് ആ കാന്താരിമുളകും എല്ലാം കൂടി ആകുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി തേങ്ങാപ്പാലിലിരുന്ന് ഇതൊന്ന് വേകട്ടെ. അങ്ങനെ മീൻ പൊള്ളിച്ചത് റെഡി ആയിരിക്കുകയാണ്. നമ്മൾ എന്നും ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് ഇന്ന് മീൻ പൊള്ളിച്ചിരിക്കുന്നത്. അത് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ. ഇത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം പറയണം. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം.